Come on. Huh? Come in. Get in. Please get in. Congratulations. For the national award. Why are you so silent? Are you tensed? No. Relax, man. Take it easy. വിവാഹത്തിന് മുമ്പ് ഒരു ലവ് അഫെയർ ഉണ്ടായെന്ന് പറയുന്നത് അത്ര വലിയ ക്രൈം ഒന്നുമല്ല. Be free, man. Hey, say something, yaar. Come on, speak out. You silly girl. എന്നെ ഹേമ ഇത് എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ഈ അസമയത്ത് പോയത്? ഇതോ പാരു മുരളി, കല്യാണத்துக்கு അപ്പുറം നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, അത് നിന്റെ ഇഷ്ടം. അതുക്ക് മുന്നാലെ ഇവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഈശ്വര, ഇവൻ ഇന്നേക്കും കുടിച്ചെടുക്കാനാ? നേരെ ഒരുപാടായി. മുരളി വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇനിയൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഇവിടെയാണ് ഉറങ്ങുന്നത്. Hey, where are you going? ഞാൻ താഴത്തെ മുറിയിൽ കിടന്നോളാം. Why? എന്താ ഇവിടെ കിടന്നൂടെ? അത് ശരിയല്ല മുരളി. വിവാഹം കഴിയുന്നതിന് മുൻപ്
Okay. You are insulting me. ഇതിൽ എന്താണ് ഇത്ര ഇൻസൾട്ട്? Just shut up, okay? Don't ask stupid questions. Come on, man. Don't touch me. You. പരസ്യമായ ആളുകളുടെ മുന്നിൽ വെച്ച് നിനക്ക് ആ റാസ്കലിനെ കെട്ടിപ്പിടിക്കാം. അതിന് വിരോധമില്ല. നിന്റെ ഭർത്താവാകാൻ ലഗ്നപത്രിക കൈമാറിയവനാണ് ഞാൻ തൊട്ടുകൂടാ. വെരി ഫണി. Look here, മുരളി. ഡാഡി മമ്മി ഉറങ്ങിയിട്ടുണ്ടാവില്ല. Don't try to make a scene. ദയവായി മുരളി വീട്ടിലേക്ക് പോകൂ. Please, no. No, sorry. Today I'm in a good mood. Don't let me down, okay? Relax, baby. Come here, sweetheart. Get out. What? You? What did you say? Get out to me! You bloody Indian! You, damn you! I'm not gonna leave you! No, Vaidhi. என்னம்மா என்னாச்சு? Leave me. Daddy. ஹேமா Hema. ஹேமா what happened mole? Daddy. Hema. ஹேமா എന്താടാ വൈത്തി നീ അവനോടൊന്നും പറയാത്തത്? டேய் முரளி நில்லுடாங்க. ஏண்டா உனக்கு என்ன தைரியம் இருந்தா என் வீட்டுக்கு வந்து எங்க குழந்தைய ഇപ്പൊ അവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ സുബോധത്തിലല്ല. குடும்ப துரோகி. ഞാൻ അപ്പോഴേ പറഞ്ഞു മഞ്ജുവിനോട് അവൻ മദ്യപിക്കും, അവന്റെ സ്വഭാവം ഒന്നും ശരിയല്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവൻ ലണ്ടനിൽ പഠിച്ചതാന്ന്. പഠിച്ചത് ഇപ്പൊ കണ്ടില്ലേ? എങ്കിருந்து கிடைச்சதடா இப்படி ஒரு மாப்பிளைய. கல்யாணத்துக்கு முன்னாலே அவன் இப்படி, இன்னும் அதுக்கு அப்புறம் இதோ பாரு வைத்தி, ஒரே ஒரு பொண்ணு, இவளோட வாழ்க்கையாக்கு நமக்கு முக்கியம். நிச்சயதாம்பூலம் நடந்ததெல்லாம் பார்க்காதே. ഒരു തവണയല്ല 10 തവണ ആലോചിച്ചിട്ട് വേണം இந்த കല്യാണം നടത്താൻ. മാനം മര്യാദ ഇല്ലാത്തവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? ചിലർ കാണാൻ വന്നിരിക്കുന്നു. Ah
ഇരിക്കൂ. ആ. അടുത്ത ദിവസം വിദേശത്ത് പ്രോഗ്രാമിന് പോകുകയാണെന്ന് ഭൈരവൻ പറഞ്ഞു. അതിനു മുൻപ് ചില കാര്യങ്ങൾ തീരുമാനിക്കാം. സംശയിക്കാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും തെളിച്ചു പറയാം. ഇപ്പോഴെന്റെ മനസ്സിൽ എന്റെ മകളുടെ ഭാവി മാത്രമേ ഉള്ളൂ. ജാതിയോ മതമോ പണമോ പ്രതാപമോ എന്റെ അഭിമാനമോ ഒന്നും തന്നെയില്ല. ഞാൻ ഇവളെ നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. യാത്ര കഴിഞ്ഞു വന്നാൽ ആഘോഷമായി നമുക്ക് വിവാഹം നടത്താം. ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് അവരവരുടെ വരനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ നല്ലത്. ശരിയാണ്, ചിലപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റും. മുരളി ഇത്ര നീചനാണെന്ന് എനിക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. He is a rogue. നോ, ഹി ഈസ് ഗ്രേറ്റ്. മുരളി ഒരു വലിയ മനുഷ്യനാണ്. കുട്ടി എന്താണ് ഈ പറയുന്നത്? വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ഹേമയും പ്രേമുമായുള്ള ബന്ധം മുരളി മനസ്സിലാക്കിയത്. പ്രേമിന് ഹേമയെ വിട്ടുകൊടുക്കണമെന്ന് പറയാൻ വേണ്ടി ഞാനൊരു ദിവസം മുരളിയെ ചെന്ന് കണ്ടിരുന്നു. ഹായ്. ഹായ്, ഞാൻ ചഞ്ചൽ, ഹേമയുടെ ഒരു ഫ്രണ്ടാണ്. അറിയാം. ഞാൻ വന്നത് ഒരു അപേക്ഷയുമായിട്ടാണ്. ഓ, ഐ സി. ആ അപേക്ഷ എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഹേമ പ്രേം എന്നൊരു പാട്ടുകാരനുമായ അഗാധമായ സ്നേഹബന്ധത്തിലാണ്. അവരുടെ ജീവിതത്തിൽ ഞാനൊരു വില്ലനാവരുത് എന്ന് പറയാനല്ലേ. അതെങ്ങനെ മനസ്സിലായി? വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഹേമ അവളുടെ അച്ഛനും അനുഭവിക്കുന്ന മനപ്രയാസം. ഹേമ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. അവൾ ഒരിക്കലും വേദനിച്ചുകൂടാ. അവളെ ഞാൻ അവളുടെ മനസ്സിനാണെങ്കിൽ ആളുടെ അടുത്ത് തന്നെ എത്തിക്കും. അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നവും വരാതെ. ഓക്കേ? അങ്ങനെ ഇവരുടെ വിവാഹം നടക്കാൻ വേണ്ടി മനഃപൂർവ്വം എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചതാണ് മുരളി. ഈ കാര്യം ആരോടും പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതാണ് പറയാതിരുന്നത്. ഞാനും ഹേമയോ അനുഭവിച്ച ടെൻഷൻ അവൻ എങ്ങനെയോ മനസ്സിലാക്കി. ചഞ്ചല് പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ അവനെ വെറുക്കുമായിരുന്നു. ഡാഡി, എനിക്ക് മുരളിയെ ഉടനെ കാണണം. ക്ഷമ ചോദിക്കണം. ഞാൻ അയാളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ തന്നെ പോവാം. ഇന്ന് അയാൾ ലണ്ടനിലേക്ക് മടങ്ങുകയാണ്. 12:30 ഫ്ലൈറ്റ്. കാണണമെങ്കിൽ ഉടനെ എയർപോർട്ടിലെത്തണം. Hey. Okay, Daddy. I'm proud of you. You have done a great thing. അതാണ് അതിന്റെ ശരി. എവിടെയായാലും ഹേമ സന്തോഷായിരിക്കണം. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഡാഡി വിഷമിക്കരുത്. എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ ദൈവം എവിടെയെങ്കിലും കണ്ടുവച്ച് കാണും. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ ഞങ്ങൾ കണ്ടുമുട്ടുകയും ചെയ്യും. ഓക്കെ? ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചാലോ ഏട്ടാ? എന്താ? ആ പെൺകുട്ടി ചഞ്ചലായാലോ? What? You naughty girl. Naughty girlie. Air India announces the departure of AI-129 bound for London in a short Okay. while from now. It's time. Okay. See you. Your attention, please. Bye, Daddy. AI-129 bound for Bye, London Ma. will take off in a short while from Take now. care. Bye. Bye-bye. Passengers bound to London are requested to move in for their security check. Your attention, please. Air India announces the departure of AI-129 bound for London in a short while from now. Passengers bound to London are requested to move in for their security check. உள்ள போக முடியாதுமா.